എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം? അടിപൊളിയല്ല. അടിപൊളി. പിന്നെ നമ്മളിങ്ങനെ കാഴ്ചക്കാരനായിട്ട് വന്നിരിക്കുകയാണ്, ഇതിന്റെ കൂടെ കൂടും. കാഴ്ചക്കാരനാണ്, സമയമാകുമ്പോ മൂക്കും, അപ്പൊ അടിപൊളിക്കും. അത് തന്നെ, അതാണ് അടിച്ചു പൊളിക്കും നമ്മള്, അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ. അതാണ്. അങ്ങനെ ഒരുപാട് പേർ അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടിട്ട്? അടിപൊളി. അല്ലാണ്ട് ആണ്. പിന്നെ വൈബാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ലതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എറണാകുളത്തുള്ള ആളാണ്, പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇന്ന് മൊത്തത്തിൽ കണ്ട് മടങ്ങിയിട്ട് പക്ഷെ ആള് കുറവുപോലെ തോന്നുന്നത്. പൊതുവേ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ അല്ല, ഇപ്പൊ ആള് കുറവാണ്. പക്ഷെ വരും, ഈ സമയം മുമ്പ് വരും പ്രതീക്ഷിക്കും, ആള് കൂടുന്നു വിചാരിക്കാം. അതായത് ഇവിടുത്തെ ഒരുപാട് വർഷത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളാണ് നിങ്ങൾ. അനുപേട്ടനാണ് നമ്മുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്ക് ന്യൂ ഇയറിന്റെ ഒരു ആൾക്കാരുടെ ഒക്കെ വരവ് എങ്ങനെയാണ്? ആൾക്കാരൊക്കെ പതുക്കെ വരുന്നുള്ളതെന്ന് തോന്നുന്നു. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച ആൾക്കാരായി. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവാണ്. 2 വർഷം മുമ്പോട്ട് ഒരു സ്റ്റാമ്പേഡ് പോലെ ഉണ്ടായതൊക്കെ ഓർമ്മയില്ലേ? 2 കൊല്ലം മുന്നേ ഈ പറഞ്ഞ ബാരിക്കേഡൊക്കെ തകർന്നു വീണായിരുന്നു ആ സമയത്ത്. പക്ഷെ കുഴപ്പമില്ല, ആൾക്കാർക്ക് അങ്ങനെ പരിക്കൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം ഈ 2 ആയതുകൊണ്ട് അധികം തിരക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടൊരു ന്യൂ ഇയർ ആകട്ടെ. അതെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നേരത്തെ ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് പോയേക്ക്. എവിടെ നിന്നാ വരുന്നേ? പഴമ്പള്ളി നഗർ. ന്യൂ ഇയർ ആയതിന് സന്തോഷമുണ്ട്. ഇവിടൊക്കെ വരാൻ പറ്റുന്നത് ഒരു വൈബല്ലേ, ഇതൊക്കെയാണ് ആസ്വദിക്കേണ്ടത് നമ്മള്. ഈ വരാൻ പറ്റുന്നതും ഇവിടെ കാണാൻ പറ്റുന്ന കൊച്ചിയുടെ ഈ ഒരു നഗരത്തിന്റെ ഈ ഒരു നൈറ്റ് ലൈഫ്, അത് വരാൻ വേണ്ടി 12 മണി തകർത്ത് 12 മണി കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും മിക്കവാറും. പനി കത്തിക്കാനുണ്ടാവും. പിന്നെ അടിപൊളിയായിട്ടുണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ എവറിബഡി. 2026 അടിച്ചു പൊളിക്കണം. തീർച്ചയായിട്ടും. എന്താ റെസൊല്യൂഷൻ വല്ലതും ഉണ്ടോ? പഠിക്കണം. 10ാം ക്ലാസ്സിൽ പോവാണ്. അപ്പൊ അവിടെ മിക്കവാറും 10th ടോപ്പർ ആവണം. അത്രേ ഉള്ള ആഗ്രഹങ്ങള്. അപ്പൊ എന്തായാലും അത് നടക്കട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ റെസൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്ക് ഓരോ പുതുവർഷങ്ങൾ വരുമ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, അല്ല ചില ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് ഓരോ പുതുവർഷത്തിനും. എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടാകും. അത് കൃത്യമായിട്ട് പാലിക്കുക. അങ്ങനെ ഒരു റെസൊല്യൂഷൻ കൂടി വേണമെങ്കിൽ 2026 എടുക്കാം എന്നുള്ളതും കൂടി പലരും ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എല്ലാ വർഷവും ഇങ്ങനെ കേൾക്കുന്നതാണ്, 2026 ആകുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യും, പക്ഷെ ചെയ്യാതെ പോകുന്ന കുറെ ആൾക്കാരെ കൂടി കാണുന്നുണ്ട്. അങ്ങനെ ഉഴപ്പാത്ത ഒരു 2026 കൂടി ആയിരിക്കട്ടെ എന്നുകൂടി പറയാം.